ഞങ്ങൾ ഈ ഇലക്ഷൻ കാണുന്നത് ഒരു കംപ്ലീറ്റ് ഇൻക്ലൂസീവ് ഇലക്ഷനാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ മുതൽ കാൻഡിഡേറ്റ്സ് ഞങ്ങളുടെ കാഴ്ചപ്പാടിന് റിഫ്ലക്ട് ചെയ്യും. അതിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്, മതം നോക്കി കാൻഡിഡേറ്റ്സ്, നിങ്ങളുടെ കൺവെൻഷന് ഞങ്ങളൊരു എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ പോകുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് 100% ഇൻക്ലൂസീവ് ആവും. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ തരുന്നില്ല. പെട്ടെന്നല്ല, ഞാൻ ഒരുപാട് ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമായിരുന്നു BJP-യിലേക്ക് എന്നുള്ളത്. അത് ഞാൻ ഒരുപാട് വർഷങ്ങളോളം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഇതുവരെ എൻ്റെ പാർട്ടിയോ എൻ്റെ രാഷ്ട്രീയമോ ഞാൻ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് എൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. ഘടകമെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കൊരു ആവേശം ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം BJP-യിലേക്ക് എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം കൈവിടാതെ നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ജനനായകൻ നമുക്കുണ്ടെന്നുള്ളതാണ് ശ്രീ നരേന്ദ്രമോദിജി. സോ അത് ഒരു പ്രധാന കാരണം തന്നെയാണ്. നല്ല നേതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ഭരിക്കുന്നത് നല്ല നേതാവ് തന്നെയാണ്. അത് ഒരാളാണെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നന്നായിട്ട് ഭരിക്കുന്ന, നന്നായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരാൾ നല്ല നേതാവ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരും വേണം. കേരളത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് നല്ല കാര്യം ഇപ്പോൾ നമ്മുടെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖർജി ആവട്ടെ, അതുപോലെ സുരേഷ് ഗോപി സാർ ആവട്ടെ, അതുപോലെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞാൻ ഒരാളെ മാത്രം എടുത്ത് പറയുന്നില്ല, ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് 15 പേരാണ് ചേർന്നിട്ടുള്ളത്. ഇനി തീർച്ചയായിട്ടും ഉണ്ടാവും. കമ്മ്യൂണിറ്റി അജണ്ട എന്നൊരു അജണ്ട ഇപ്പം ഇല്ല. ഒരു അജണ്ട വെച്ചിട്ടല്ല, ശരിക്കും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നീതി ലഭിക്കാതെ ഇപ്പോഴും ഒരു ന്യൂനപക്ഷം മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ട പാർപ്പിടങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒന്നും ലഭിക്കാതെ ഇപ്പോഴും സ്വന്തം സ്പേസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ന്യൂനപക്ഷം മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമാവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. ഇതൊരു പെട്ടെന്നുള്ള മാറ്റമല്ല. BJP തന്നെയായിരുന്നു. കാരണം 8ാമത്തെ വയസ്സിൽ ബാലഗോകുലത്തിലൂടെ, പിന്നീട് ശാഖ, പിന്നീട് കോളേജ് കാലഘട്ടങ്ങളിൽ ABVP അതിൽ പ്രവർത്തിച്ചൊക്കെ തന്നെയാണ് വന്നത്. ഇന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചു കാലം അകന്നു നിന്നിട്ട് ഇന്ന് തിരിച്ച് പാർട്ടിയിലേക്ക് വരുന്നത് കൃത്യമായി ദേശീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയം, അത് BJP തന്നെയാണെന്ന ഒരു പൂർണ്ണ ഇതുകൊണ്ട്. എന്താണ് കൂടുതൽ ആകർഷണീയ ഘടകം എന്ന് പറയുന്നത് നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജീവ്ജിയുടെ ആശയം പോലെ വികസന ഭാരതം, അത് തന്നെയാണ് ലക്ഷ്യം, അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എടുത്തു പറയാനാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ലീഡർ ആരാണ് കേരളത്തിൽ? നമോ കേരളത്തിലെയാണോ ചോദിച്ചത്? ഇപ്പൊ രാജീവ്ജി ഉണ്ടല്ലോ നമുക്ക്. ഡ്രാമ സിനിമയിൽ നിന്നും പെട്ടെന്ന് പാർട്ടിയിലോട്ടുള്ള മാറ്റം? ഡ്രാമ സിനിമയിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ടൊന്നുമില്ല. കല ഒരു രാഷ്ട്രീയമാണല്ലോ. കലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കലാകാർ രാഷ്ട്രീയക്കാരുമാണ്. അപ്പോൾ രാഷ്ട്രീയം തന്നെയാണ് കലയും. സ്ഥാനങ്ങളോ ചുമതലകളോ ഉണ്ടോ? ഒരിക്കലുമില്ല. അതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക. സ്ഥാനങ്ങൾ വേണ്ടെന്ന് തന്നെയാണ്. സ്ഥാനങ്ങൾ മോഹിച്ചല്ല വന്നിരിക്കുന്നത്.